സ്വീകരിച്ചിട്ടുണ്ട്. പോരെ, ഞാൻ ഇനി ടോക്സിക് ആയെന്ന് മാത്രം പറയരുത് കേട്ടോ. സോറി ടോക്സിക് ഞാൻ ഒരെണ്ണം ചെയ്തു വന്നതാണ് ഓൾറെഡി. അതെ, ഒമറിനെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹീസ് മൈ ഫ്രണ്ട്. സോ എന്റെ കാര്യത്തിൽ ജനങ്ങൾ എന്തിനാണ് ഒരിക്കലും തോന്നിവാസം പറയണെന്ന് പറയണേ? വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ഞാൻ നിനക്ക് കമന്റുകൾ കാണിച്ചു തരാം. കാലേ വാരി തറയിലടിക്കണം. ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവൾ അങ്ങനെ ചെയ്യണം, അവളുടെ വാടിച്ച് കീറണം. ഞാൻ പച്ചയ്ക്ക് പറയണം, അവളെ വാടിച്ച് കീറണം, അവളെ കൊന്നു കളയണം, അകത്തൊരു കയറെടുത്ത് കൊടുക്കും, അവൾ അവിടെ ആത്മഹത്യ ചെയ്യട്ടെ. ഇത്ര വിമർശനങ്ങളല്ലാറോ? അപ്പൊ അഭിപ്രായം പറയുന്ന രീതിയാണ് പ്രശ്നം. അഭിപ്രായങ്ങൾ വിമർശിച്ചു, എത്ര വേണോ വിമർശിച്ചോട്ടെ. ആളുകളോട്, വ്യക്തിയോട് എനിക്കുള്ള വിയോജിപ്പാണെന്ന് പറഞ്ഞാണ് ഞാൻ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വ്യക്തികൾ എന്നുള്ളത് ചൂണ്ടുമ്പോ ഷോ തന്നെയല്ലേ ബാധിക്കുന്നത്? ഇതിനെ പുറത്താക്കണം എന്ന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അത് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. റോബിൻ രാധാകൃഷ്ണനെതിരെ നിന്ന സാധനത്തിന് കിട്ടിയ അവസരം മുതലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളാവാൻ കാണിച്ചു കൂട്ടിയ ആക്രാന്തവും വെപ്രാളവും ആയിട്ടാണ് അന്നത്തെ ഈ പറഞ്ഞ റോബിൻ കാണിച്ച ആക്ടുകളൊക്കെ എനിക്ക് മനസ്സിലായത്. അവിടെ രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് കളിച്ചിട്ടുണ്ടായിരുന്നു ഗെയിം. വളരെ രസകരമായിട്ട് കണ്ടസ്റ്റൻസിനെ മുഴുവനും ഇളക്കി അവിടെ പ്രൊവോക്കേഷൻ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോയും വളരെ നല്ല രീതിയിൽ സമയമെടുത്ത്. എനിക്ക് സീസൺ 2 രജിത് കുമാറിന് ഇഷ്ടമേ അല്ലായിരുന്നുള്ളൂ. രഞ്ജിനി ഹരിദാസിനെ സ്റ്റേജിൽ എത്തിച്ചത് ബിഗ് ബോസ് ടീമിന്റെ ഒരു മധുരപ്രതികാരമാണ്. ഹാർവിയോറ, ദ എക്സ്ക്ലൂസീവ് കളക്ഷൻ ഓഫ് അഡീനിയം പ്ലാന്റ്സ്. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. സോറി, അല്ല ഞാൻ അത്രയും കയറിയൊന്നും ഇതാക്കേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ എനിക്ക് റോഹൻ സംസാരിച്ചത് ഞാൻ ഒരുമാതിരി ഞാൻ പറയുന്ന വിഷയങ്ങളെ കോൺഫ്ലിക്റ്റ് ആക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തതുകൊണ്ടാണ് ഞാൻ എവിടേക്കോ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ വരുമ്പോൾ ഭയങ്കരമായിട്ട് അസ്വസ്ഥയാവുന്ന ശരിക്കും. അല്ല, എനിക്ക് അസ്വസ്ഥത ഉണ്ടാവാറുണ്ട്. പക്ഷേ ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെയ്യരുത് എന്നുള്ളത്, ചിലത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്, ഇത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സംസാരിച്ച വർത്താനത്തിലോ സ്റ്റേറ്റ്മെന്റിലോ ചോദ്യങ്ങളിലോ എവിടെയോ അപമര്യാദയായിട്ട് പെരുമാറുകയോ വാക്കുകൾ കൊണ്ട് പോലും വേറെ വാക്ക്, മോശം വാക്ക് പോലും ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ശരിയല്ല. അല്ല, എൻ്റെ അടുത്ത് ഡബിൾ സ്റ്റാൻഡിന്റെ വിഷയം സംസാരിച്ച സമയത്ത് എൻ്റെ അടുത്ത് നീ ഇരുന്നോണ്ട് പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ നിങ്ങൾ ഇപ്പൊ പറയണേന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഞാൻ നിങ്ങളെ ഡബിൾ സ്റ്റാൻഡ് ആയിട്ട് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എന്റെ സ്റ്റേറ്റ്മെന്റിനെ കോൺഫ്ലിക്റ്റ് ആക്കാൻ വേണ്ടി നീ ശ്രമിച്ചതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് അല്ലെ, രണ്ട് ലെവലിലും പറഞ്ഞു. ഞാനിപ്പോ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിട്ട് വന്നതല്ല. സോറി, ഞാൻ പെരുമാറിയതിന്റെ ഒരു എക്സ്ട്രീം വെർഷൻ ആയി പോയി. അത്രത്തോളം ഒന്നും ആവശ്യമില്ലായിരുന്നു. ചില സമയങ്ങളിൽ എനിക്ക് അങ്ങനെ എന്റെ കയ്യിൽ നിന്ന് പോവാറുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഈ പൊതുജനങ്ങളുടെ ഒരു ചില ആക്ഷൻസുകളും ചില ആറ്റിറ്റ്യൂഡുകളും ഉണ്ട്, ചില ബോഡി ലാംഗ്വേജുകളിൽ. ശരിക്കും പറഞ്ഞാൽ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സ്പേസുകൾ അങ്ങനെ ഇരുന്ന് കൊടുക്കാറുമില്ല. പലപ്പോഴും ആൾക്കാർ ഇങ്ങനെ വന്ന് ഇന്റർവ്യൂവിന്റെ കാര്യം സംസാരിക്കുമ്പോൾ പോലും പല വിഷയങ്ങളിലും ഇങ്ങനെ ആണ് ഞാൻ ഇതാക്കാറ്. പക്ഷെ ഞാൻ വളരെ സ്നേഹത്തോടെ വന്നിരുന്ന ഒരാളാണ്. അതെ, തീർച്ചയായിട്ടും നമ്മൾ തുടങ്ങിയത് അങ്ങനെ തന്നെയാണ്. പക്ഷെ ചില കാര്യങ്ങളിൽ നിന്നുള്ള രീതിയിലേക്ക് നീ അതൊക്കെ വിട്. അത് വിഷയമില്ല. താങ്ക് യു. പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പോവാം. കരയരുത്, വിഷമിക്കരുത്, കേട്ടല്ലോ. ഒരു ഉമ്മ തരാടാ. ഇനിയിപ്പൊ ഞാൻ ടോക്സിക് ആയിട്ട് പോയി വന്നില്ലേടാ, ക്യാമറയില് എടുത്തോണ്ട് വാ ഇങ്ങോട്ട്. ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്. പോരെ, ഞാൻ ഇനി ടോക്സിക് ആയെന്ന് മാത്രം പറയരുത് കേട്ടോ. സോറി ടോക്സിക് സംസാരിച്ചു. റിയലി സോറി. സോ തീർച്ചയായിട്ടും അങ്ങനെ പറയൽ നമ്മൾ പറയാതെ വയ്യ എന്നൊരു സെഗ്മെന്റ് ഉണ്ട്. തീർച്ചയായിട്ടും ചില സ്റ്റേറ്റ്മെന്റ്സ് ചോദിക്കും, അതിനുള്ള റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് വരേണ്ടത്. ഓക്കെ, സോറി എന്റെ ബിഹേവിംഗ് ആർക്കെങ്കിലും വല്ലത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ റിയലി സോറി. ചില സാധനങ്ങൾ, ചില തെറ്റുകൾ തിരുത്താനും കൂടി ഉള്ളതാണ്. തീർച്ചയായിട്ടും. സോ പറയാതെ വയ്യ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് ഇതാണ്. ബിഗ് ബോസ് പോലൊരു വലിയ ഷോയുടെ 1ാം സ്ഥാനത്തെത്തിയ ആളുകൾ ചാനലിനെതിരെയും ഷോക്കെതിരെയും സംസാരിക്കുന്നത് ഷോയുടെ മുന്നോട്ട് പോക്കിനെ ബാധിക്കും. ഇല്ല, തീർച്ചയായിട്ടും ബാധിക്കില്ല. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഷോയെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഒരു ഷോയാണ്. അവര് ഒരുപാട് ലീഗൽ ടീംസിനെയൊക്കെ വെച്ചും അതല്ലാതെ ഒരുപാട് ക്രൂവും ഒരുപാട് ആളുകളുടെ നമ്മൾ കണ്ടസ്റ്റൻസുകൾ മാത്രമാണ്. നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതിൻ്റെ ഒരു 10 ഇരട്ടി അവരുടെ ബിസിനസ് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരം കോൺട്രവേഴ്സികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഷോയെ പിന്നെയും ഈ ഷോയ്ക്ക് എതിരെയാണോ അല്ലാതെയാണോ, പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഷോ ഇങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അതിനകത്ത് ചിലപ്പം ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ, ഇപ്പം വിന്നറെ പോലുള്ള ആളുകളൊക്കെ വന്ന് നിന്ന് പറയുമ്പോൾ ചില ആളുകൾ കൺഫ്യൂസ്ഡ് ആവും. അയ്യോ, അപ്പം ഇനിയിപ്പോൾ ഷോയിലകത്ത് പോകാൻ വേണ്ടി നിൽക്കുന്ന ആളുകളൊക്കെ ചിലപ്പോൾ ഷോയിൽ പോവാതെയൊക്കെ ആകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്.
അങ്ങനെ വന്നാൽ അവർക്ക് നഷ്ടമൊന്നുമില്ല. കാരണം ഇന്നും ഈ സീസണിൻ്റെ അകത്ത് അല്ലെങ്കിൽ അടുത്ത സീസണുകളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഷോ ഒക്കെ നടന്നു പോകും. ബാധിക്കില്ല. എനിക്കത് തോന്നുന്നില്ല, ബിഗ് ഫീൽ ബോസ് ചെയ്യുന്നില്ല. സീസൺ 6 കാരണം റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. അങ്ങനെയാണെന്ന് ബാധിച്ചിരുന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ റെസ്പോണ്ട് വന്നിരുന്നു ഇവർ സംസാരിക്കുമ്പോൾ. ഓക്കെ, അത് വന്നിട്ടില്ല. വന്നിട്ടൊന്നുമില്ല, അത് നത്തിങ് ആണ് അവർക്ക്. അടുത്ത സ്റ്റേറ്റ്മെന്റ് പോട്ടെ. ബിഗ് ബോസ് സീസൺ 6 അകത്ത് പൊടി പിടിക്കുമ്പോൾ മത്സരാർത്ഥികളുടെ വീട്ടുകാർ പുറത്തും നന്നായി തല്ലുകൂടുന്നുണ്ട്. അത് അനാവശ്യമായിട്ട് തോന്നുന്നുണ്ടോ? സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ട് പാരൻസുകൾ തല്ലുപിടിക്കും ഒബ്വിയസ്ലി. പക്ഷേ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ശരിക്കും വെളിയിലൊന്നും റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. പിന്നെ ചില സാഹചര്യങ്ങളൊക്കെ ചില പാരൻസിനൊക്കെ റെസ്പോണ്ട്, ഇപ്പം ജാസ്മിൻ്റെ ഒക്കെ പാരൻസിനൊക്കെ റെസ്പോണ്ട് ചെയ്യേണ്ടി വന്ന സാഹചര്യങ്ങളാട്ടോ പലതും. കാരണം ചെയ്യിപ്പിച്ചിട്ടുണ്ട്, പലപ്പോഴും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സാഹചര്യം, അവസരം അല്ലെ, അതിനെ പലപ്പോഴും അങ്ങനെ സാഹചര്യങ്ങൾ, അതായത് ആളുകൾ ചോദിക്കും പല കാര്യങ്ങളും, അവരുടെ ആക്ഷൻസ് ഞാൻ പറഞ്ഞില്ലേ, അവരുടെ ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്, അവർക്ക് ചെയ്യേണ്ടി വന്നിട്ടൊക്കെ ഉണ്ട്. അപ്പം തെറ്റാണ് കേട്ടോ, അത് ആവശ്യമില്ലാത്തതാണ് ശരിക്കും. പുറം ലോകമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വീട്ടുകാർ എന്ന് പറയുമ്പോഴും ആ വീട്ടിൽ പലരും കയറി പോകുന്നുണ്ട് ഉണ്ടോ? അത്തരത്തിലൊരു രീതി, അല്ലെങ്കിൽ പലപ്പോഴും പല പുറത്തുള്ള വിശേഷങ്ങളും അവിടെ അറിയുന്നു. ചിലപ്പോൾ ഫോൺ കോളിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വരുമ്പോൾ വിശേഷങ്ങൾ അറിയുന്നു. ശരിക്കും ഇതൊരു വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ വിശേഷങ്ങൾ അറിയുന്നു, അതിനകത്ത് വസ്തുതകളുണ്ട്. ഫോൺ കോളിലൂടെ അറിയുന്നു. ഇല്ല. ജാസ്മിന്റെ അങ്ങനെ ഒരു പാരന്റ്സ് ഓൾറെഡി വിളിച്ചു ഹോസ്പിറ്റലൈസ്ഡ് ആയി എന്ന് പറഞ്ഞ വിഷയം, അതിന്റെ ഒരു ഫോൺ കോൾ മുഴുവനായിട്ട് ഇപ്പോഴും കൊടുത്തിട്ടില്ലല്ലോ. ശരിക്കും പുറത്ത് എന്താണ് നടക്കുന്നത് എന്നുള്ളത് ജാസ്മിൻ അറിയാൻ അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ? എനിക്കറിയില്ല. വാപ്പാക്ക് അസുഖം കൂടിയെന്ന് പറയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അത് ചിന്തിക്കേണ്ടതായിരിക്കണം. മേ ബി കുട്ടിയുടെ ആക്ട് കൊണ്ടായിരിക്കാം മേ ബി എന്നുള്ളത്. കാരണം വരുന്ന സമയത്തൊന്നും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടിട്ട് ചിലപ്പം അങ്ങനെ ഒരു സാധ്യത ഉണ്ടോ എന്നുള്ളത് എനിക്ക് ആദ്യ സമയത്ത് അത് കൺഫ്യൂസ് തന്നെയായിരുന്നു. കാരണം ഇപ്പം എനിക്ക് അതൊന്നുമില്ല. കാരണം ഇപ്പോഴെന്ന് വെച്ചാൽ എല്ലാ കണ്ടസ്റ്റൻസിൻ്റെയും ഓരോരോ കുറ്റങ്ങളും കുറവുകളും ഓരോരോ പ്രശ്നങ്ങളും അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ഒക്കെ വരുന്ന സാഹചര്യം കാണുന്നത് കൊണ്ടിട്ട് തന്നെ എനിക്ക് അതൊന്നും വലിയ ഇതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, മോഹൻലാലിന്റെ ബർത്ത്ഡേ ഇത്തവണ ആഘോഷമാക്കിയപ്പോൾ രഞ്ജിനി ഹരിദാസിനെ സ്റ്റേജിൽ എത്തിച്ചത് ബിഗ് ബോസ് ടീമിന്റെ ഒരു മധുരപ്രതികാരമാണ് എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നുണ്ട്. എന്തുകൊണ്ടാണ്? അത് ഇതുവരെയും ചെയ്തുകൊണ്ടിരുന്ന ഹോസ്റ്റ് വേറെ ആയിരുന്നു. പെട്ടെന്ന് ചേച്ചി വന്നു. മാത്രമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം രഞ്ജിനി ഹരിദാസിനെ പോലെ ഒരാള് അങ്ങനെ ഹോസ്റ്റ് ചെയ്യാനില്ല. അത് ഔട്ട്സ്റ്റാൻഡിങ് ആണ്, അത് വേറെ കാര്യം. ദീദിയുടെ തട്ട് വേറെ റേഞ്ച് തന്നെയാണ്. പക്ഷെ എനിക്ക് അവിടുത്തെ കോൺട്രവേഴ്സികളൊക്കെ നടന്നപ്പോൾ എനിക്ക് അങ്ങനെ തോന്നി. പക്ഷെ അങ്ങനെ തോന്നി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബാധിച്ചു എന്ന് എനിക്ക് പറയേണ്ടി വരും. എനിക്ക് ഫീൽ ചെയ്തു. കാരണം പൊതുവെ നമ്മൾ കണ്ടുവന്ന എനിക്കിത് കണ്ടപ്പോൾ തോന്നിയതാണ്. പക്ഷെ അവർക്കത് ബാധിച്ചോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ എന്നോട് ചോദിച്ചത് കൊണ്ട് എനിക്ക് മുമ്പൊക്കെ ഹോസ്റ്റ് ചെയ്ത് വേറെ ആളായിരുന്നു, അതുകൊണ്ട്. ബിഗ് ബോസ് ഷോ ഒരിക്കലും ഒരു മത്സരാർത്ഥിലേക്ക് ഫോക്കസ് ആവാൻ ചാനലോ ഷോയുടെ ടീമോ സമ്മതിക്കില്ല. മനസ്സിലായില്ല. ബിഗ് ബോസ് എന്നൊരു ഷോ പ്രത്യേകിച്ച് ഒരു മത്സരാർത്ഥിയിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാൻ ചാനലോ അല്ലെങ്കിൽ ബിഗ് ബോസ് അതിന്റെ സംഘാടകരോ അതിനു വേണ്ടി ശ്രമിക്കുന്നില്ല ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ അത്തരത്തില്? ഒന്ന് ഈ സീസണിലെ വിഷയം മാത്രം ഞാൻ സംസാരിക്കാം. കാരണം ഈ സീസൺ തുടങ്ങിയ സമയം മുതൽ ഒരു രാജാവോ അല്ലെങ്കിൽ ഒരു രാജ്ഞിയോ ഒന്നും വളർന്നു വരാത്ത രീതിയിൽ എല്ലാവരെയും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ തന്നെയാണ് അവർ ശ്രമിച്ചിരുന്നത്. പിന്നെ പോകെ അവരുടെ കോണ്ടന്റ്, അവർക്ക് വെളിയിൽ ഔട്ട്പുട്ട് എന്ത് കൊടുത്താൽ ആളുകൾ എത്രത്തോളം കാണുന്നു, നെഗറ്റീവോ പോസിറ്റീവോ സ്വീകരിക്കുന്നു, TRP അങ്ങനെ വെച്ചാണ് ഒരു 2-3 പർട്ടിക്കുലർ പേരിൽ മാത്രം ആ ഷോ മുന്നോട്ട് പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇത് അവർ സമ്മതിക്കില്ല എന്നുള്ളത് നമ്മൾ ഏകദേശം നമുക്കൊന്ന് ഒരു 10-30 ദിവസം വന്ന സമയത്തൊക്കെ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്തു. അതായത് ഒരാളിലേക്ക് മാത്രം ഒന്നും പോണ്ട എന്നൊരു തോന്നല് എല്ലാത്തിലും. ഇപ്പൊ രതീഷ് ആയിരുന്നു ആദ്യത്തെ വീക്കിൽ നിന്ന്, രണ്ടാമത് പിന്നെ ജിൻഡോ കയറി വന്നു, അതിന് ശേഷം പിന്നെ ഗബ്രി ജാസ്മിൻ കോംബോ കയറി വന്നു. അങ്ങനെ ഒരു ജേണി തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അതുകൊണ്ട് തന്നെ നമുക്കൊരു തോന്നൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ഒരാളിൽ ഫോക്കസ് ചെയ്യപ്പെടുത്തുന്നില്ല, മറ്റ് കണ്ടസ്റ്റൻസുകൾക്കൊക്കെയും ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഒരു രാജാവോ രാജ്ഞിയോ വരില്ല എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ പോകുന്ന പോക്കില് ഇപ്പോഴത്തെ പാറ്റേണിൽ 2-3 കണ്ടസ്റ്റ് ഇവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. സോ അടുത്ത സ്റ്റേറ്റ്മെന്റിലോട്ട് പോകാം. ബിഗ് ബോസ് ഷോയിൽ എവിക്ഷൻ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് വല്ലാത്ത ഫേവറിസം കാണിക്കാറുണ്ട്. എവിക്ഷൻ എപ്പിസോഡ് നടക്കുന്ന സമയത്ത് ജനവിധി എന്ന് പറയുന്ന ഒരു സാധനത്തിന് തന്നെയാണല്ലോ അക്സെപ്റ്റ്. ഇപ്പൊ അഖിൽ മാരാർ അത് മാത്രമാണ് നെഗറ്റീവായിട്ട് പറയാത്തത്. കാരണം അഖിൽ ജയിച്ചല്ലോ, ബാക്കിയുള്ള എല്ലാം നെഗറ്റീവായിട്ട് പറഞ്ഞു. പറയുന്നു അദ്ദേഹത്തിനെ ജയിപ്പിക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവിടെ നടന്നിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ അവർക്ക് ശ്രമം നടന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അഖിലിനെ പരാജയപ്പെടുത്തി അവിടുന്ന് വിടാമായിരുന്നു. ഉറപ്പായിട്ടും അവരത് ചെയ്യും.
ഇപ്പൊ ചാനൽ അങ്ങനെ ഒരു ഡിസിഷൻ ആണ് മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ എൻഡമോൾ അങ്ങനെ ഒരു ഡിസിഷൻ ആണോ മേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അവർ ചെയ്യും. ജനവിധി എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതുള്ളതാണ്. അതിനകത്ത് വസ്തുതയുണ്ട്. ശരിക്കും ജനങ്ങളുടെ ഒരു സപ്പോർട്ടിനകത്ത് അടിസ്ഥാനമുണ്ട്. അതും ആ അടിസ്ഥാനം ഉള്ളതുപോലെ തന്നെ വോട്ട് എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. അതിനിപ്പം ഒരു 10% ആളുണ്ടെങ്കിൽ 10% ആളെ ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വോട്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇനി എന്തൊക്കെ പണിയെടുത്ത് അതിനകത്ത് കയറ്റി വെക്കാൻ പറ്റുമോ ആ വോട്ട് അവിടെ കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ അയാൾക്ക് വിന്നറാവാൻ പറ്റും. കാരണം വോട്ട് അവിടെ ഭയങ്കര മസ്റ്റാണ്, ഇമ്പോർട്ടൻ്റ് ആണ്. യെസ്. ആൻഡ് കഴിഞ്ഞ സീസണിൽ ഇതുപോലെ വൈൽഡ് കാർഡ് എൻട്രിയിൽ സ്പെഷ്യൽ അല്ലെ അപ്പിയറൻസിൽ എത്തിയതായിരുന്നു റോബിൻ രാധാകൃഷ്ണൻ. പക്ഷെ അതിൽ കൃത്യമായിട്ട് മാരാറെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള പല സീൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും തുറന്നു പറയുന്നുണ്ട് എവിടേക്കോ അത് റോബിൻ രാധാകൃഷ്ണന് കിട്ടിയ നിർദ്ദേശത്തിന്റെ പേരിലും കൂടിയായിരുന്നു ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിലുള്ള ഒരു ശത്രുത ഉണ്ടെന്നുള്ള ധാരണയിലാണ് ഇതെന്നുള്ളത്. ഇത്തരം മുതലെടുപ്പുകളോ അല്ലെങ്കിൽ ഇത്തരം വ്യക്തിപരമായിട്ടുള്ള ഫോക്കസ് ചെയ്തിട്ടുണ്ട് തെറ്റായ ധാരണയിലും തോന്നുന്നുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. കാരണം പ്രത്യേകിച്ച് റോബിൻ രാധാകൃഷ്ണൻ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളൊന്നും ഞാൻ എടുക്കാറില്ല, വിലയിലെടുക്കാറില്ല. അതിന് പ്രത്യേക റീസൺ ഉണ്ട്. കാരണം ഭയങ്കരമായ കള്ളത്തരം പറയുന്ന ഒരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. പലപ്പോഴും അയാളുടെ ആർമികളെന്നുള്ള വ്യാജേന കുറച്ച് ആളുകൾ വന്ന് എന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് വെച്ചിട്ട് പറയുന്നതല്ല കേട്ടോ ഇത്. ഒരിക്കലും അതിനകത്തുനിന്ന് നിങ്ങൾ ഇന്ന കണ്ടസ്റ്റൻസിനെ പ്രൊവോക്ക് ചെയ്ത് അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി പുറത്താക്കിക്കൂ എന്നൊരു ഇൻസ്ട്രക്ഷൻ ഒന്നും അവർ കൊടുക്കത്തില്ല. കാരണം പ്രത്യേകിച്ച് ആ സീസൺ നിങ്ങൾ എല്ലാവരും വസ്തുത മനസ്സിലാക്കാതെ ആരും ഇത് സംസാരിക്കും. കാരണം പ്രത്യേകിച്ച് ആ സീസണിൽ കോണ്ടന്റ് മേക്കർ തന്നെയായിരുന്നു ഈ പറഞ്ഞ അഖിൽ മാരാർ. അവർക്ക് ആകെ TRP നല്ല രീതിയിൽ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്ന ആളിൽ ഒന്ന് അഖിൽ മാരാർ, ശോഭ കോംബോ, അതുപോലെ അഖിൽ മാരാർ ജുനൈസ്, അഖിൽ മാരാർ ഈ പറഞ്ഞ നാദിറ, മറ്റ് അങ്ങനത്തെ വളരെ കുറച്ച് കണ്ടസ്റ്റൻസ് മാത്രമേ അവിടെ TRP ഉണ്ടാക്കി കൊടുത്ത ഇതുണ്ടായിട്ടുള്ളൂ. അഖിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അഖിലിനെ ചുറ്റിപ്പറ്റിയേ ബാക്കിയൊക്കെ നടന്നിട്ടും ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അഖിലിനെ പുറത്താക്കണം എന്ന ഇൻസ്ട്രക്ഷൻ കൊടുത്ത് അത് പറയുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. മെയിനായിട്ട് അവിടെ ഇങ്ങനെ ഒരു ആക്ട് നടന്നിരുന്നു, നമ്മളെല്ലാവരും കണ്ടതാണ്. ജുനൈസിന് നേരെ അഖിലിന്റെ ഒരു ഇത് വന്ന സമയത്ത് റോബിൻ രാധാകൃഷ്ണൻ ചെന്ന് ജുനൈസിനെ നന്നായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട്. മാത്രമല്ല അഖിൽ മാരാർ റോബിൻ രാധാകൃഷ്ണനെതിരെ നിന്ന സാധനത്തിന് കിട്ടിയ അവസരം മുതലെടുത്ത് അടിക്കാൻ വേണ്ടിയിട്ട് വലിയ ആളാവാൻ കാണിച്ചു കൂട്ടിയ ആക്രാന്തവും വെപ്രാളവും ആയിട്ടാണ് അന്നത്തെ ഈ പറഞ്ഞ റോബിൻ കാണിച്ച ആക്ടുകളൊക്കെ എനിക്ക് മനസ്സിലായത്. അത് അവന്റെ കയ്യിലിരിപ്പുകൊണ്ട് തന്നെ അവര് പുറത്തേക്ക് പൊക്കോളാൻ പറഞ്ഞതായിട്ടാണ്. കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്ക് കൊടുത്തുള്ള നിർദ്ദേശമായിരുന്നെങ്കിലും അത് ഉറപ്പായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കുന്നത് അത്രയും. കാരണം അഖിലിനോട് കാണിച്ചിരിക്കുന്ന ആക്ഷൻസുകൾ, അഖിലിനെ കൊണ്ട് ചെയ്തിരിക്കുന്ന ആക്ടിവിറ്റികൾ അന്നത്തെ സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് പർപ്പസ്ഫുള്ളി. കാരണം അവിടെ രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു കണ്ടസ്റ്റന്റ് കളിച്ചിട്ടുണ്ടായിരുന്നു ഗെയിം. വളരെ രസകരമായിട്ട് കണ്ടസ്റ്റൻസിനെ മുഴുവനും ഇളക്കി അവിടെ പ്രൊവോക്കേഷൻ വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് പോയും വളരെ നല്ല രീതിയിൽ സമയമെടുത്ത്. എനിക്ക് സീസൺ 2 രജിത് കുമാറിന് ഇഷ്ടമേ അല്ലായിരുന്നുള്ളൂ. പക്ഷെ ഒരൊറ്റ 2-3 ദിവസത്തേക്കാണെങ്കിൽ പോലും അയാൾ അവിടെ വന്ന് കാണിച്ച ആക്ടും അയാളുടെ ഗെയിമും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിൽ റോബിൻ രാധാകൃഷ്ണൻ വളരെ കൃത്യമായി വ്യക്തിവൈരാഗ്യം തീർക്കുന്ന രീതിയിലാണ് അഖിലിനോട് അന്ന് പെരുമാറിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഒരു വിധത്തിലുള്ള സംശയങ്ങളും വേണ്ട. പിന്നെ അന്ന് അവിടെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതായത് റിയാസും റോബിൻ രാധാകൃഷ്ണനും ചെയ്തതുപോലത്തെ ഒരു ആക്ഷൻ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് തമ്മിൽ കംപ്ലൈന്റുകൾ ഇല്ലാതിരുന്ന സാഹചര്യത്തിൽ തന്നെയാണ് അത് മുന്നോട്ട് പോയത്. നമ്മൾ കാണുന്നത് അങ്ങനെയാണ്. അത് ആരെങ്കിലും ഇൻഫ്ലുവൻസ് ചെയ്തോ എടുത്തോ അങ്ങനെയാണ്. അഖിലിനെ പുറത്താക്കാനാണെന്നുണ്ടെങ്കിൽ വേറൊരു കൂട്ടർ പറയുന്നത് വെച്ചാൽ കൺഫെഷൻ റൂമിനകത്ത് പോയപ്പോഴത്തേക്ക് ജുനൈസിൻ്റെ അടുത്ത് റോബിൻ്റെ അടുത്ത് ജുനൈസിൻ്റെ അടുത്തും അഖിലിൻ്റെ അടുത്തും എങ്ങനെയെങ്കിലും നിങ്ങളൊന്ന് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകണം, അല്ലെങ്കിൽ രണ്ടുപേരും പുറത്താക്കപ്പെടും എന്നൊക്കെയാണ് അവർ ഇൻസ്ട്രക്ഷൻ കൊടുത്തതെന്നാണ് പറഞ്ഞത്. അതുകൊണ്ടിട്ട് ഇതിനകത്ത് കോൺഫ്ലിക്റ്റുകളുണ്ട്. റോബിൻ രാധാകൃഷ്ണൻ പറയുന്നതിന് 100% എടുക്കാൻ പറ്റത്തില്ല, അത് കളവാണ്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ മാറുന്ന പല രീതിയിലേക്ക് കണ്ടിട്ടുണ്ട്, അഭിപ്രായങ്ങൾ തിരുത്തലുകൾ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ ആക്ഷൻസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ഷൻസ് റിയാസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സാധനം പോലെ ഇവിടെയും വന്നിട്ടുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ട്. ഇപ്പൊ അഖിൽ മാരാർ വിഷയം വരുന്നതിന്റെ ഒപ്പം തന്നെ അതിനെ അഖിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. എന്നെ സാബുചേട്ടൻ വിളിച്ചിരുന്നു, കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഒരു പക്ഷെ ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതൽ സാബുചേട്ടൻ പറഞ്ഞ കാര്യങ്ങൾ തുറന്നു പറയുകയാണെങ്കിൽ അതിനേക്കാൾ ഗൗരവമുള്ള വിഷയമാവുന്നു എന്നുള്ളത്. ആ പറഞ്ഞ അധികം ദിവസമായില്ല, അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ എൻട്രി നമ്മൾ ഈ സീസണിൽ തന്നെ കണ്ടു അല്ലെ. എവിടേക്കോ ഇതിലെ തെറ്റുകൾ തിരുത്തുന്നതാണോ അത് ഗ്രാറ്റിറ്റ്യൂഡ് കാണിക്കുന്നതായിട്ടാണോ തോന്നുന്നത്?
ആര് ഗ്രാറ്റിറ്റ്യൂഡ്? സാബു ചേട്ടനോ? സാബു ചേട്ടൻ. സാബു ചേട്ടൻ എനിക്ക് തോന്നണില്ല അഖിലിന്റെ അടുത്ത് വിളിച്ചിട്ട് സാബു ചേട്ടന് പറയാനുള്ള കാര്യങ്ങൾ അഖിലിനോട് പറയുമെന്ന്. അത് കള്ളമാണ് സാബു ചേട്ടൻ വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. അയാൾ ആരടുത്ത് എന്ത് പറയണോ അയാൾ പറയും. ഇപ്പൊ അയാൾക്കൊരു പ്രശ്നമായിട്ട് ഒരു കാര്യം അയാൾക്ക് അത്രയും വലിയ സീരിയസ് ആയിട്ട് ഇപ്പൊ ഒരു പെൺകുട്ടിക്ക് അങ്ങനെ വലിയൊരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ അവിടെ വലിയ രീതിയിലുള്ള ഒരു അപമാനം നേരിട്ടു, അല്ലെങ്കിൽ ചീറ്റിംഗ് നടന്നു, സാബു ചേട്ടൻ വളരെ കൃത്യമായിട്ട് പറയും. എന്തിനാണ് അഖിലിനോട് ഷെയർ ചെയ്യേണ്ട കാര്യം? അഖിലിനോട് ഷെയർ ചെയ്തിട്ടുണ്ടാവണം. അവര് ഫ്രണ്ട്സ് ആണ് ചിലപ്പോൾ, അല്ലെങ്കിൽ അവർ പേഴ്സണലി ഫ്രണ്ട്സ് അല്ല, അവർ പേഴ്സണലി കമ്മ്യൂണിക്കേഷൻ എല്ലാം നടന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അഖില് പറയാൻ വേണ്ടിയിട്ട് സാബു ചേട്ടൻ പറയില്ല. കാരണം സ്റ്റേറ്റ്മെന്റുകൾ സാബു ചേട്ടന് പറയാനുള്ള കഴിവുണ്ട്. സാബു ചേട്ടൻ പറയാൻ വേണ്ടിട്ട് പറഞ്ഞു എന്നുള്ള അഖിലേട്ടനും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞത് അത്തരത്തിൽ കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ഞാൻ പറയുകയാണെങ്കിൽ കുറെ കൂടി കാര്യ ഗൗരവമുള്ളതായി മാറിയേനെ. പക്ഷെ അത് പറയുന്നില്ല. പക്ഷെ അങ്ങനെ പറഞ്ഞ ഒരാൾ തന്നെ പിന്നീട് ബിഗ് ബോസ് ഹൗസിന്റെ ഈ സീസണിൽ തന്നെ കാണുന്നു. ഞാൻ അതിനോട് ഇതാക്കുന്നില്ല. സാബു ചേട്ടൻ പറയാത്തിടത്തോളം എനിക്ക് അതിനകത്ത് വ്യക്തതയൊന്നുമില്ല. കാരണം അഖിൽ ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളിൽ ഒന്നിനെ പറ്റിയിട്ട് ഞാൻ അഭിപ്രായം പറയില്ല. ആകെയുള്ളത് ഈ പറഞ്ഞ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട് മാത്രമേ എനിക്ക് അഖിലിനോട് ചോദ്യം ചെയ്യപ്പെടേണ്ടി വന്നിട്ടുള്ളൂ. ബാക്കിയൊന്നിനും ഞാൻ അഖില പറഞ്ഞാൽ എനിക്കറിയില്ല. മാത്രമല്ല സാബു ചേട്ടൻ അങ്ങനെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തമ്മിലൊക്കെ നമ്മളുടെ ഇടയിലൊക്കെ ഷെയർ ചെയ്യപ്പെടേണ്ടതാണ്. അങ്ങനെയൊന്നും കണ്ടിട്ടൊന്നുമില്ല. ഇപ്പം എൻ്റെ വിഷയം ഞാൻ പറഞ്ഞില്ല, ഞാൻ പോസ്റ്റ് ഇട്ട സമയം വന്ന സമയത്ത് പോലും എൻ്റെ അടുത്ത് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ കാര്യങ്ങൾ പറയണില്ല. പുള്ളിക്കാരൻ്റെ അഭിപ്രായങ്ങളായിട്ടൊന്നും ആൾ ഇങ്ങോട്ട് പറഞ്ഞില്ല. അതിനെക്കാട്ടിലും ബന്ധങ്ങളുള്ളതല്ലേ നമ്മളുമായിട്ട്. നമ്മളെപ്പോഴും കാണുന്ന ആളുകളാണ്, നമ്മൾ എപ്പോഴും വിളിക്കുന്ന ആളുകളാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ സംസാരിക്കേണ്ടതല്ലേ. ഇപ്പം അഖില് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളായി ബന്ധപ്പെട്ട് പോലും ആരും പരസ്പരം ഷെയർ ചെയ്തിട്ടൊന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഇപ്പൊ ഇതിനകത്ത് ഒരുപാട് ആളുകൾക്ക് ഈ അഖിലിന്റെ സ്റ്റേറ്റ്മെന്റ് കാരണം ബുദ്ധിമുട്ടുണ്ടായി എന്ന് പറഞ്ഞ് കുറെ സ്ത്രീകളായിട്ടുള്ളവര് എന്നെ നമ്മൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. സീസൺ 6 എത്തി നിൽക്കുന്നു, ഏകദേശം അല്ലെ 100 ദിവസത്തോടെ അടുക്കുന്നു. കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുള്ളത് വ്യക്തമാണ്. എങ്ങനെ വീക്ഷിക്കുമ്പോ ഒരു ഫൈനൽ 3 ആരെത്തും തോന്നുന്നു? ഞാൻ നിലവിലത്തെ എൻ്റെ പ്രഡിക്ഷൻ ജാസ്മിൻ, ജിൻഡോ ആൻഡ് അർജുൻ. ഓക്കെ, ആര് കപ്പ് വെക്കും? ജാസ്മിൻ കപ്പ് അടിക്കണമെന്ന് തന്നെയാണ് ആഗ്രഹം. ആഗ്രഹമാണോ അതോ അതിനുള്ള സാധ്യതയുണ്ടോ? ഉണ്ട്. കാരണം ഇതിനകത്ത് TRPയുടെ ഒരു 3/4% കൊടുത്ത് ഏറ്റവും കൂടുതൽ പണിയെടുത്തെന്ന് പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്റ്റൈല് തന്നെ മുഴുവനും പണിയായിട്ട് അവരെടുത്ത് അത്രയും കോണ്ടന്റുകൾ മേക്ക് ചെയ്തത് ആ പെൺകുട്ടി ആയതുകൊണ്ട് ആ കുട്ടിക്ക് കിട്ടണമെന്നുള്ളത് ആഗ്രഹമാണ്. പക്ഷെ ഞാൻ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയാം, ഈ ജിൻഡോ ആയാലും ജാസ്മിൻ ആയാലും ഒരു എന്താ പറയാ, ഒരു മാതൃക വിന്നർ ആവും എന്നുള്ളതിനകത്ത് എനിക്ക് ഇതൊന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല. മാതൃകാ വിന്നർ, അതായത് ഓരോ സീസണുകളിലും ഓരോ വിന്നറുകൾ വരാറുണ്ടല്ലോ, മാതൃകാ വിന്നർ ആവുന്നുള്ള പ്രതീക്ഷകളില്ല. പക്ഷെ നിലവിൽ ഒരുപാട് ഇത് കാരണം എനിക്ക് ജാസ്മിൻ കപ്പടിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ജാസ്മിൻ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ കളിച്ചു എന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ജിൻഡോ എന്നുള്ളത് മാത്രമേ. എനിക്ക് അൻസിബ കളിച്ച് വന്ന സമയത്ത് അൻസിബ ഇതായി പോയി എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. ജാൻമണിയുടെ ആ സമയം എനിക്ക് അൺഫെയർ എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഞാൻ ജാൻമണി സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. അൻസിബയുടേത് എനിക്ക് അൺഫെയർ എന്നുള്ള രീതിയിലല്ല ഞാൻ കളിച്ചു വന്നത്. ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ജിൻഡോയുടെ ഓട്ടാണ് മറിഞ്ഞതെന്നുള്ളത് പിന്നീടാ മനസ്സിലായത്. കാരണം ആദ്യത്തെ വീക്കില് ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള വോട്ടിംഗ് ഇതൊക്കെ നമ്മളിങ്ങനെ നോക്കിക്കണ്ട സമയത്ത് അറിയാൻ സാധിച്ചതാണ്. അത് എത്രത്തോളം സത്യം എന്നറിയില്ല, വളരെ അടുത്ത വ്യത്യാസങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ രണ്ടാമത്തെ നോമിനേഷൻ ഇതേ പ്രോസസ്സ് വന്ന സമയത്ത് ഞങ്ങൾ അറിഞ്ഞപ്പോൾ ജിൻഡോ വീണ്ടും നല്ല രീതിയിൽ ഉയർന്നു കയറുകയും അത് അൻസിബയുടെ വോട്ടുകളായിരുന്നു മുമ്പുണ്ടായിരുന്നതിൽ പകുതിയിൽ പോയതെന്നുള്ളത് മനസ്സിലാവുകയും ചെയ്തായിരുന്നു. അപ്പം അതിൽ വോട്ടായിട്ട് അത് അൻസിബയ്ക്ക് വന്നില്ല, പക്ഷെ അൻസിബ കളിച്ചു വന്നതായിരുന്നു. അൻസിബയുടെ ഗെയിമും എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല, പക്ഷെ കളിച്ചായിരുന്നു. സീസൺ 6 ഒരു എൻട്രി കിട്ടിയാൽ പോവില്ല. അത്തരത്തിലൊരു എൻട്രി അങ്ങനെ ഉണ്ടാവണം, എന്തെങ്കിലും ചേഞ്ച് കൊണ്ടുവരണം ആഗ്രഹമുണ്ടോ? പ്രത്യേകിച്ച് ഈ സീസൺ നമ്മൾ കണ്ടതാണ് അല്ലെ, പവർ റൂം കാര്യങ്ങളും വൈൽഡ് കാർഡ് എൻട്രിയിൽ 6 പേര് ഒരുമിച്ച് വരുന്നു, അങ്ങനെ കുറെ ചേഞ്ചസ് കണ്ടൊരു സീസണാണ്. എന്തൊരു ചേഞ്ച് ആവും ശരിക്കും അങ്ങനെ ഒരു പവർ? ഞാൻ ശരിക്കും റോഹൻ, എനിക്ക് ഒരു അൾട്ടിമേറ്റോ വല്ലതൊക്കെ വന്നു കഴിഞ്ഞാൽ താല്പര്യമൊക്കെ കൊണ്ട് പോകാനായിട്ടൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ബിഗ് ബോസ് ഹൗസിൽ എപ്പോഴും പോകാനും നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാടാ.
ബിഗ് ബോസ് ഹൗസിൽ ഏത് കണ്ടസ്റ്റൻസിനെ വിളിച്ചു കഴിഞ്ഞാലും പോകാൻ ആഗ്രഹമാണ്. പക്ഷേ സീസൺ 6 ഒരു വൈൽഡ് കാർഡ് എൻട്രി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എനിക്ക് അവിടെ പ്രത്യേകിച്ച് ഒരു പാറ്റേണുകൾ തിരുത്താൻ ഒന്നും തന്നെ ഞാൻ കാണുന്നില്ല. കാരണം അതിനകത്തൊന്നും ഇല്ല കോണ്ടന്റുകൾ. ഈ പറഞ്ഞതില്ലേ, ഈ പറഞ്ഞ പോലെ ഗെയിമുകൾ എന്തെങ്കിലും ആണെങ്കിലോ അല്ലെങ്കിൽ ആരെങ്കിലും കളിക്കുന്ന സ്ട്രാറ്റജികളോ ഒന്ന് ചേഞ്ച് ചെയ്യാനാണെങ്കിലോ ആകെ ജാസ്മിനും ജിൻഡോയും മാത്രമേ അവിടെ ഉള്ളൂ. കാരണം എല്ലാ കണ്ടസ്റ്റൻസുകളും ഒരു ഗെയിം ചേഞ്ചർ മട്ടിലോ അല്ലെങ്കിൽ ഇവർ ഇന്ന പാറ്റേൺ പിടിച്ചോണ്ടിരിക്കുകയാണ്, ഇവരെ ചെന്ന് നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്ന് ഒരു സ്ക്രൂ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ച് ചെന്നാൽ അതിനകത്തൊന്നും ഇല്ല പ്രത്യേകിച്ച്. പക്ഷെ എവിടേക്കോ നമ്മൾ പ്രത്യേകിച്ച് ഒരു ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇത് പറയണത് എന്താണെന്നറിയോ, ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മളിപ്പോ വൈൽഡ് കാർഡ് എൻട്രികൾ 6 പേര് ചെന്നു. ഈ 6 പേരും കളിച്ചത് ആരും ഒപ്പായിട്ടാ? ഞാൻ മനസ്സിലാക്കുന്ന ഈ 6 പേരും കളിച്ചത് ജാസ്മിൻ, ഗബ്രി, ജിൻഡോ, ഈ 3 കണ്ടസ്റ്റൻസിനൊപ്പമാണ് ഈ 6 പേരുണ്ടായിരുന്നത് കളിച്ചത് അല്ലേ? നമ്മൾ കണ്ടത് അങ്ങനെയല്ലേ? അതുകൊണ്ടാ പറയണത് പ്രത്യേകിച്ച് അവിടെ ഈ പറഞ്ഞ ഗെയിം ചേഞ്ചിങ് എന്ന് പറയുന്ന സാധനത്തിനകത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല. ആകെ കോണ്ടന്റ് കൊടുക്കുന്ന 3 ആൾക്കാരേ ഉള്ളൂ. അവരിൽ പ്രത്യേകിച്ച് നമുക്ക് തിരുത്താനൊന്നുമില്ല. വേണമെങ്കിൽ ജനങ്ങളുടെ ഒരു സപ്പോർട്ടിങ് മനസ്സിലാക്കി പോയെന്നുള്ള സ്ഥിതിയിൽ നമുക്ക് നേരെ പോയി ഇവരെ കുറെ ഫയർ ചെയ്യാം. അപ്പം നമുക്ക് രാജാവാൻ പറ്റും, ഉറപ്പായിട്ടും പറ്റും. അത് എഗെയിൻസ്റ്റ് നിൽക്കുന്ന ആളുകളെ, കൂടുതൽ ആളുകൾക്ക് ഇഷ്ടപ്പെടാത്ത ആളുകൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്കെതിരെ നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്കൊരു മാസ് സ്വീകാര്യത കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഞാൻ ഈ പറഞ്ഞതുപോലെ സിബിന്റെ കേസ് വന്ന സമയത്ത് ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റും പറഞ്ഞിരുന്നു. സിബിന് കളിക്കാനും അറിയാം, അതായത് വേറൊരു ഗെയിം ചേഞ്ചിങ് ഉണ്ടാക്കി കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം സിബിൻ നല്ല എക്സലന്റ് ആയിട്ട് കളിച്ചു വന്നതായിരുന്നു. എന്തായാലും ബിഗ് ബോസ് പോലുള്ള പ്ലാറ്റ്ഫോം കിട്ടിയ അല്ലേ, അതിന്റെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഇപ്പോഴും ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആളാണോ? തീർച്ചയായിട്ടും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പേഴ്സണലി, ചില വ്യക്തികളോടൊക്കെ ഉണ്ട് എനിക്ക്, അത് വേറെയാ. പക്ഷെ ഒരിക്കലും അത് എനിക്ക് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ എനിക്ക് തന്ന സ്പേസിനോടുള്ള നിന്നയായിട്ട് ഞാൻ അതിനെ എടുക്കും. അങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണോ അഖിൽമാരാറും സിബിനും ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കുമ്പോൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ തോന്നുന്നത്? മെയിൻ ആയിട്ട് ഞാൻ അതാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത്രയും സീസണുകൾ കണ്ടില്ല, ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റിയും ഏറ്റവും കൂടുതൽ സ്പേസുകളും ഏറ്റവും കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡും ഉള്ള ഒരു മനുഷ്യനായിരിക്കേണ്ടത് അഖിൽമാരാർ എന്ന് ഞാൻ പറയും. സീസൺ 5 അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിൽ കൊണ്ടുനടക്കുന്ന ആളാണെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുമ്പോഴേക്കും ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലായിട്ട് മുന്നോട്ട് വരാൻ തയ്യാറായത്? അല്ല, അതാ ഞാൻ പറഞ്ഞത്. ഒന്ന് ബിഗ് ബോസിന്റെ 2018 ഞാൻ സത്യസന്ധമായ ഒരു അവസ്ഥ പറഞ്ഞു. 2018 ഞങ്ങളുടെ സീസൺ 1. ഇതുവരെയ്ക്കും ഞങ്ങൾ ആ ലൂപ്പിൽ നിന്ന് മാറിയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഉള്ളിൽ ആ ഒരു ലൂപ്പ് ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് കിടപ്പുണ്ട്. സീസൺ 5 ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി കഴിഞ്ഞതാണ്. അതിൽ നിന്ന് ഇറങ്ങിയ കണ്ടസ്റ്റൻസിന് തന്നെ ആയിരിക്കും അടുത്ത സീസൺ വരുമ്പോൾ ഏറ്റവും കൂടുതൽ ഉള്ളിലൊരു തികട്ടൽ ഒരു സാധനം എന്ന് പറയുന്നത്. മേ ബി അവരുടെ അപ്ഡേഷൻ അടുത്ത രാജാവോ അല്ലെങ്കിൽ അടുത്ത സ്വീകാര്യതയോ മറ്റുള്ള സീസണിലെ കണ്ടസ്റ്റൻസിനേക്ക് മാറുന്നു എന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന അവരുടെ ഉള്ളിലെ വികാരമായിരിക്കും. കാരണം അത്രമാത്രം ജനങ്ങൾ കൊട്ടിഘോഷിച്ച ഒരു മനുഷ്യൻ തന്നെ ഞാൻ അങ്ങനെ കാണുള്ളൂ അതിനൊക്കെ. ഞാൻ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരേയല്ല, ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്ക് വേറെ. ഞാൻ പറയുന്നത് ഇത്തരത്തിലൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാളാണ്. സീസൺ 6 എത്തുമ്പോൾ അഖിൽമാരാറും സിബിനും ഈ വിഷയം ഉന്നയിക്കുമ്പോൾ അതിനോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഒരു കാരണം ഉള്ളിലുള്ള ഒരു ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ആ അവസരം ബിഗ് ബോസിനോടും അല്ലെങ്കിൽ ചാനലിനോടും ഇങ്ങനെ അതെ അല്ല അങ്ങനെ പ്രകടിപ്പിക്കുമ്പോ ഇങ്ങനെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളിലുള്ള ഒരാൾ പിന്നെ എന്തുകൊണ്ടാണ് അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പിന്നീട് ഓൺലി മീ ആക്കിയെങ്കിലും അന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് എന്തുകൊണ്ടായിരുന്നു? അത് എവിടേക്ക് നെഗറ്റീവായി ബാധിക്കുന്നില്ലേ? ഫേസ്ബുക്ക് പോസ്റ്റ്, ആ പോസ്റ്റ് ഞാൻ ഹൈഡ് ആക്കിയതിന്റെ റീസൺ ആണ്. അതെ, ഹൈഡ് ആക്കിയതിന്റെ അല്ല, ആ പോസ്റ്റ് ഇട്ടതിന്റെ റീസൺ. പോസ്റ്റ് ഇട്ടതിന്റെ റീസണോ? പോസ്റ്റ് ഇട്ടതിന്റെ റീസൺ ഗ്രാറ്റിറ്റ്യൂഡിൽ അപ്പുറത്തേക്ക് ഞാൻ അവിടെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെയും ഞാൻ എഴുതിയിരുന്നു. എന്റെ പോസ്റ്റിൽ ഞാൻ എഴുതിയിരുന്നു ബിഗ് ബോസിലെ ക്രൂകളെയോ ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോയെയോ ചാനലിനെയോ അല്ല എന്ന് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒരിക്കലും ഇല്ല. ആ നന്ദി ഞാൻ എപ്പോഴും മനസ്സിൽ ഓർക്കുന്നു. പക്ഷെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല, ചില വ്യക്തികളോട് എന്ന് പറഞ്ഞാൽ ചില ആളുകളോട്, വ്യക്തിയോട് എനിക്കുള്ള വിയോജിപ്പാണെന്ന് പറഞ്ഞാണ് ഞാൻ പോസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. വ്യക്തികൾ എന്നുള്ളത് ചൂണ്ടുമ്പോ ഷോ തന്നെയല്ലേ ബാധിക്കുന്നത്? ഇപ്പോഴും ഇതിലും അഖിൽമാരാർ പറഞ്ഞൊരു കാര്യമുണ്ട്, ചില വ്യക്തികൾ എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് പറഞ്ഞത്. 1-2 പേർ തലപ്പത്തിരിക്കുന്നവർ. ഷോനെ പറ്റിയോ മറ്റുള്ളവരെ പറ്റിയോ അല്ല പറയുന്നത്. പക്ഷെ 1-2 വ്യക്തികൾ എന്ന് പറയുമ്പോൾ അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ പറയുന്നതും ശരിക്കും ഒരു ഇൻഡയറക്ട് വേയില് ബാധിക്കുന്നത് ഈ ഷോവിനെയും അല്ലെങ്കിൽ ചാനലിനോട് തന്നെയല്ലേ? അതിന്റെ സംഘാടകരെ തന്നെയല്ലേ? ചാനലിനൊന്നും ഇത് ബാധിക്കില്ല. ചാനലിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവോ പോസിറ്റീവോ എന്ന് പറയുന്ന കോണ്ടന്റ് റീച്ചാണ്. നിങ്ങൾ തന്നെ കാണൂ, സീസണുകൾ ഓരോന്ന് കഴിയുമ്പോഴത്തേക്ക് ഓരോ സീസണുകളുടെയും മാറ്റങ്ങൾ നമ്മൾ എന്താ കാണുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം സീസൺ 6 എന്ന് പറയുന്ന ഈ സീസൺ 6 ഞാൻ സത്യസന്ധമായി പറയുകയാണെങ്കിൽ എനിക്ക് സീസൺ 6ന്റെ ഒരു പാറ്റേൺ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്നുവെച്ചാൽ കുറെ നെഗറ്റിവിറ്റികളാണ് സീസൺ 6ന്റെ പറ്റിയിട്ട് ഇങ്ങനെ അപ്ഡേഷൻ വരുന്നത് നമ്മൾ കാണുന്നത് ഒക്കെ. അപ്പൊ അതുകൊണ്ടിട്ട് ചില സീസൺ എനിക്ക് ഈ സീസൺ സത്യം പറഞ്ഞു കഴിഞ്ഞാല്
കുറേ TRP ഉണ്ടാക്കി. അതിനകത്ത് എനിക്ക് ഫേവറേറ്റ് എന്ന് പറയാൻ ആളില്ല. പരസ്പരം നമുക്ക് ഓരോ കണ്ടസ്റ്റൻസിനെ പറ്റി ഇവാലുവേറ്റ് ചെയ്യാൻ അങ്ങനെയൊന്നും ഒന്നിനോടും നമുക്ക് പറ്റുന്നില്ല. എന്നാൽ അതിനകത്ത് തമ്മിൽ ഭേദം എന്തുണ്ടെന്ന് ചോദിച്ചാൽ ആൻസർ ഉണ്ട്. ഇങ്ങനെയൊക്കെ പോകുന്ന ഒരു സീസണാണ്. അതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ തമ്മിൽ ഭേദം എന്ന് തോന്നുന്നത് എന്താണ് സീസൺ 6 അല്ല, തമ്മിൽ ഭേദം എന്ന് പറഞ്ഞിട്ട് സീസൺ 6 ഒന്നുമില്ല. അല്ല, ഇപ്പൊ തന്നെ പറഞ്ഞു പിന്നെയും തമ്മിൽ ഭേദം അല്ല, തമ്മിൽ ഭേദം എന്ന് പറഞ്ഞ കണ്ടസ്റ്റൻസുകളെ പറഞ്ഞില്ലേ, തമ്മിൽ ഭേദമായിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിട്ട് തോന്നുന്ന. അല്ല, എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. പേഴ്സണലി എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ്. തുടക്കം മുതൽ ഇതുവരെയാണോ അതോ പിന്നീടുള്ള മാറിയതാണോ ആ ഒരു ഇഷ്ടം? എനിക്ക് ജാസ്മിനെ തുടക്കം മുതൽ എനിക്ക് ജാസ്മിന്റെ ഗെയിമുകളെ എനിക്ക് ഇഷ്ടമുള്ള ഒരാളല്ല. ഞാൻ ജാസ്മിന്റെ ഗെയിമും ജാസ്മിന്റെ ഗ്രാഫും കാണാൻ കൂടുതലായിട്ട് തുടങ്ങിയതും ഈ പറഞ്ഞ ജാസ്മിൻ ഗബ്രി കോംബോയിലെ വിള്ളലുകൾ മുതലാണ്. അതായത് ഗബ്രി പോകുന്നതിനും മുമ്പേ എനിക്ക് തുടങ്ങിയിട്ടുണ്ട്. കാരണം ഞാൻ ഒറ്റയ്ക്ക് അനലൈസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കുട്ടി ഒറ്റയ്ക്ക് വന്നാൽ എങ്ങനെയായിരിക്കും, കുട്ടി എങ്ങനെ കളിച്ചാൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഞാൻ അനലൈസ് ചെയ്യും. പക്ഷേ ജാസ്മിന്റെ പേഴ്സണൽ ക്യാരക്ടറുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ വിമർശനം ഉന്നയിച്ചിട്ടുള്ള ഒരാളാണ് പേഴ്സണലി എനിക്ക്. അപ്പം ഞാൻ അതിനകത്തൊരു തെറ്റുണ്ടെങ്കിൽ അതും പറയും. അതിനകത്ത് തമ്മിൽ ഭേദം ഗെയിം എന്തെന്ന് വെച്ചാൽ അതും പറയും. അപ്പൊ ഇപ്പം ഗെയിം വൈസിൽ എനിക്ക് ഗെയിം ഇഷ്ടമാണ് ഇപ്പോ. അതായത് ഒരു കാൽഭാഗം കഴിഞ്ഞത് മുതലുള്ള ഇങ്ങോട്ടുള്ള ജേണികളിൽ ഞാൻ ജാസ്മിനെ പേഴ്സണലി ഒബ്സർവ് ചെയ്യുന്നു. മെയിൻലി ഈ കേരള സമൂഹത്തിൽ ഇതുവരെ ഇല്ലാത്ത ഒരു ബുള്ളിങ് ആണ് ഒരു പെൺകുട്ടി അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ആളുകൾ ചോദിക്കും, അപ്പം എടുത്ത് ആ കുട്ടി അവിടെ കാണിച്ചിട്ടല്ലേ എന്ന്. ആ കുട്ടി കാണിച്ചാൽ ജനങ്ങൾക്ക് തോന്നിയ ദിവസം പറയാന്നാ, ആ കുട്ടി എന്നാൽ തോന്നിയ ദിവസം കാണിച്ചു, ജനങ്ങളും തോന്നിയ ദിവസം ചെയ്യും. അപ്പം ഞാൻ ഒരു തെറ്റ് ചെയ്താൽ നീയും ആ തെറ്റ് ചെയ്യോ? അങ്ങനെയാണോ? പഴിക്ക് പഴിയാണോ നമ്മൾ കൊടുക്കേണ്ട മറുപടി? പഴിക്ക് പഴി കൊടുത്താലും വേണ്ടില്ല, പഴിക്ക് പഴിയിൽ അപ്പുറത്തേക്ക് ഒരാളെ ആത്മഹത്യയുടെ വക്കിലേക്ക് എത്തിക്കുന്ന തരത്തിലാണ് ആളുകളുടെ പ്രതികരണം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ബിഗ് ബോസ് നടക്കുമ്പോൾ അതിൽ നടക്കുന്ന കണ്ടന്റ് ആണെങ്കിലും മത്സരാർത്ഥികളാണെങ്കിലും ഈ പ്രേക്ഷകരുടെ പ്രതികരണം എന്നുള്ളത് ഈ രീതിയിൽ വാല്യൂ ചെയ്യുന്നു. അവരവർ കളിക്കുമ്പോൾ അവർ വിചാരിക്കും ഞാൻ ചെയ്യുന്ന നല്ലതാണെന്ന്. ആളുകൾ പ്രേക്ഷക പ്രതികരണത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ടോ? ഇപ്പൊ സീസൺ 1 നിന്നൊരാളാണ്, അതിൽ ജനവിധി അല്ലെ ജനങ്ങളുടെ പ്രതികരണം ഇത് നല്ലതായിട്ട് എത്രത്തോളം കാണുന്നു? നല്ലതായിട്ടാണോ കാണുന്നത്? അത് സ്വീകരിക്കുന്നുണ്ടോ? അല്ല, അതായത് എൻ്റെ അടുത്ത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു പെർസെൻറ്റേജ് ഓഫ് ലെവലിൽ ആളുകളുടെ സപ്പോർട്ടുള്ള ഒരാളാണ്. അതായത് ചെറിയ ആളുകളുടെ സപ്പോർട്ടുള്ള ഒരാളാണ് ഞാൻ അന്ന് മുതൽ ഇന്ന് വരെയും ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളായിക്കോട്ടെ, എൻ്റെ ആക്ടിവിസവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ഞാൻ ബിഗ് ബോസ് ഷോ ആയിട്ട് ബന്ധപ്പെട്ടോ ഒക്കെയും എനിക്കൊരു ചെറിയ പെർസെൻറ്റേജ് ഓഫ് ആളുകളെ എൻ്റെ ചുറ്റിലുള്ള മനുഷ്യരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം പ്രേക്ഷക പ്രതികരണം എന്ന് പറയുമ്പോഴത്തേക്ക് സമൂഹം എന്ന് പറയുന്നത് ടോക്സിക് ആയിട്ടുള്ള ഒരു സർക്കുലേഷനിൽ കടന്നു പോകുന്നതാണെന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് പൊതുവെ ഒരു 80% ഇത്രയും ഇഷ്ടത്തോടെ ചുറ്റും ആളുകൾ ഉണ്ട് എന്ന് പറയുന്നു അല്ലെ, ഉണ്ട്. എന്നെ ചുറ്റും പറയുന്നത് സൊസൈറ്റിയിലാണ് അല്ലെ. ഈ ആളുകൾ എങ്ങനെയാണ് സൊസൈറ്റി അല്ല ഞാനത് പറയുന്നത്. അതായത് സൊസൈറ്റി പലപ്പോഴും എന്നെ ആക്രമിച്ചിട്ടുള്ള സൊസൈറ്റിയാണ് ഞാൻ പറഞ്ഞു വരുന്നതാ. കാരണം പല രീതിയിലേക്ക് വിമർശനങ്ങളും വിവാദങ്ങളിലും അല്ലെ വന്നു പോയിട്ടുണ്ട് ഈ കാലങ്ങളിൽ. അതിനൊപ്പം തന്നെ ഈ സ്നേഹവും വന്നിട്ടുണ്ട്. അപ്പൊ എവിടേക്കോ ജനങ്ങളുടെ ബഹുമാനവും ഇഷ്ടത്തിനൊപ്പം തന്നെ ഇവർക്കൊക്കെ വിമർശിക്കാനും അല്ലെങ്കിൽ ഇഷ്ടക്കേടുകൾ തുറന്നു പറയാനും അവകാശമില്ലേ? 100% ഞാൻ പറയട്ടെ, വിമർശനങ്ങളെ വളരെ സ്വീകാര്യമായിട്ട്, അതായത് എന്ത് തരം വിമർശനം. ഇപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്ത് എന്റെ ഭാഗത്ത് ശരിയാണ്, ഞാൻ പറയുന്നത് ശരിയാണ്. റോഹൻ എത്ര വേണമെങ്കിലും വാദിച്ചോ, തെറ്റാണ് എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ശ്രമിച്ചോളൂ, എന്നെ തിരുത്താൻ ശ്രമിച്ചോളൂ, ഞാൻ വാദിച്ചുകൊണ്ടിരിക്കട്ടെ. ചിലപ്പോ എന്റെ ഭാഗത്ത് ശരിയായിരിക്കും ഞാൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. വിയോജിപ്പുകളെ ഒരിക്കലും ഞാൻ തടസ്സപ്പെടുത്തൂല, എതിർക്കൂല. വിയോജിപ്പുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് നേരത്തെ ജാസ്മിന്റെ കാര്യത്തിൽ ജനങ്ങൾ എന്തിനാണ് ഒരിക്കലും തോന്നിവാസം പറയണെന്ന് പറയണേ? വിയോജിപ്പുകൾക്ക് അപ്പുറത്തേക്ക് അവരുടെ ഞാൻ നിനക്ക് കമന്റുകൾ കാണിച്ചു തരാം. കാലേ വാരി തറയിലടിക്കണം, വലിച്ചു കീറി അത് ചെയ്യണം, മുളക് പൊടി തേക്കണം, അവൾ അങ്ങനെ ചെയ്യണം, അവളുടെ വാടിച്ച് കീറണം. ഞാൻ പച്ചയ്ക്ക് പറയണം, അവളെ വാടിച്ച് കീറണം, അവളെ കൊന്നു കളയണം, അകത്തൊരു കയറെടുത്ത് കൊടുക്കും, അവൾ അവിടെ ആത്മഹത്യ ചെയ്യട്ടെ. ഇത്ര വിമർശനങ്ങളല്ലാറോ? അപ്പൊ അഭിപ്രായങ്ങൾ പറയുന്ന രീതിയാണ് പ്രശ്നം. അഭിപ്രായങ്ങൾ വിമർശിച്ചു, എത്ര വേണോ വിമർശിച്ചോട്ടെ. അവൾ അതിനകത്ത് ചെയ്യുന്നത് മോശമാണ്, എന്ത് വൃത്തികെട്ട രീതിയിലാണ് ഇരിക്കുന്നത്, കുട്ടികൾ കാണുന്നില്ലേ, അവൾ അത് അങ്ങനെ ചെയ്തില്ലേ. ഞാൻ പറയുന്നത് ജാസ്മിനെ എതിർക്കുന്ന ആളുകൾ പറയുന്ന ഡയലോഗുകളാണ്. മാക്സിമം കൊടുക്കാതെ എന്തിനാണ് ഈ കോണ്ടന്റ് എന്തിനാണ് അവർ വെളിവിടുന്നത്? എന്തിനാ ആ കോണ്ടന്റ് വെളിയിടുന്നത്? ഈ ജനങ്ങൾ കാണുന്നു, കുട്ടികൾ കാണുന്നു, ജനങ്ങൾ കാണുന്നു, കുട്ടികൾ കാണുന്നു, ഇങ്ങനെ കൂയിക്കൊണ്ടിരിക്കുന്നു. എന്തിനാ അവർ ആ കോണ്ടന്റ് വെളിയിലിട്ടെ? അവർ വെളിയിലിട്ടത് അവരുടെ TRPക്ക് വേണ്ടിയിട്ട്. ഈ സാധനമേ ഓടുള്ളൂ, നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും. അഭിഷേക് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് അകത്ത് ചെന്നിരുന്നോണ്ട് പറഞ്ഞ ഒരു വർത്താനം എന്താണെന്നറിയോ? എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ പോകുന്ന ആളുകളൊക്കെ ഇപ്പൊ ബിഗ് ബോസ് കാണുന്നുണ്ട് രാത്രിയിൽ. കാരണം
അതിന്റെ റീസൺ അത് ഊഹിച്ചെടുത്താൽ മനസ്സിലാവുമായിരിക്കും. എനിക്ക് ചോദിച്ചിട്ട് കിട്ടുന്നില്ല. 45K പുറത്ത് ആൾക്കാർ കണ്ടോണ്ടിരിക്കണം എന്ന് പറയുമ്പോ രാത്രിയിൽ അത് മറ്റേത് കാണാനായിരിക്കണെന്നാണ് അവന് കൊടുത്ത ഡ്യുവൽ മീനിങ്ങിൽ കൊട്ട്. നേരത്തെ ഒന്ന് ആലോചിച്ച് നോക്കൂ. അതായത് ആളുകൾ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് അകത്തെ കണ്ടസ്റ്റൻസുകൾ ശരിക്കും അതിനകത്തൊക്കെ വിലക്കുകൾ വന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ കണ്ടന്റിന് വേണ്ടി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ നേരത്തെ തുടക്കത്തില് ഇതിന്റെ കണ്ടന്റിനെ കുറിച്ചും TRP റേറ്റിനെ കുറിച്ചിട്ടും പോസിറ്റീവായിട്ട് സംസാരിച്ചിരുന്ന ദിയാസനയുടെ വോയിസ് മോഡുലേഷനും ടോണും ഒക്കെ മാറി തുടങ്ങിയപ്പോ കാണിക്കരുത് എന്നുള്ള രീതിയിൽ അതെ മറുവശത്തേക്ക് പോയി. ഓഡിയൻസിനെ പറയുന്നത് വെച്ചാൽ ഓഡിയൻസിന് ഇത് കിട്ടുന്നോണ്ട് കൂടിയല്ലേ, കിട്ടുന്നോണ്ട് കൂടിയല്ലേ. അപ്പൊ എന്തിനാണ് ഈ കണ്ടന്റ് പുറത്ത് കാണിക്കുന്നതെന്ന് ചോദിക്കുന്ന ചോദ്യവും ഓഡിയൻസിനോട്. അതാണ് റോഹനോട് പറഞ്ഞ സീസൺ 1 മുതൽ നമ്മൾ കഴിഞ്ഞ് വരുമ്പോൾ ഓരോ സീസണുകളുടെയും പാറ്റേണിന്റെ മാറ്റം ഈ സീസണിനെ പറ്റിയിട്ട് ഞാനൊരു വിലയിരുത്തൽ നടത്തി ആദ്യമേ. അതിനനുസരിച്ചാണ് ഞാൻ റോഹന്റെ അടുത്ത് മറുപടി പറയുന്നത്. എങ്ങനെയെങ്കിൽ സീസൺ 1 മുതൽ സീസൺ 6 വരുമ്പോ കുറെ കൂടി വിഷ്വൽസിന്റെ കാര്യത്തിൽ ഇത്തരത്തിൽ വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിനർത്ഥം സീസൺ 1ലും 2ലും തുടക്കകാലത്ത് ഇതുണ്ടായിട്ടും കാണിച്ചില്ല എന്നാണോ? അതൊന്നും ഉണ്ടായിരുന്നില്ല? അല്ല, എനിക്ക് തോന്നുന്നു ഐ തിങ്ക് നമ്മളെ സീസണിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവ് ഒന്നും ഉണ്ടായിരുന്നില്ല. സീസൺ 2ലും ഉണ്ടായിരുന്നില്ല. പിന്നെ സോഷ്യൽ മീഡിയയില് ഭയങ്കരമായിട്ടുള്ള ആ ഒരു സാധനം ഉണ്ടായിരുന്നില്ല. അതൊക്കെ അതിന്റെ ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു സീസൺ 1 കണ്ട ജനങ്ങളല്ല സീസൺ 2 കണ്ടിരിക്കണം. സീസൺ 2 കണ്ട ജനങ്ങളല്ല സീസൺ 3. ഓരോ സീസണുകൾ കഴിയുമ്പോഴത്തേക്ക് അപ്ഡേഷൻ കൂടി ഒരുപാട് ആളുകൾ കൂടിയാണ് വരുന്നത് ബിഗ് ബോസ് റിയാലിറ്റി ഷോ. അപ്പൊ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ മാറുന്നത്. ഞാനിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന സാധനം റോഹൻ, ഞാൻ ഒരിക്കലും അതിന് അവിടെ നിന്ന് മാറി ഇവിടെ സംസാരിക്കുന്നത് ജനങ്ങൾ കണ്ടസ്റ്റൻസിനെ ഹ്യൂമിലിയേറ്റ് ചെയ്യുന്ന രീതിയെ പറ്റിയിട്ട്. അതായത് ഭയങ്കരമായ അങ്ങോട്ടൊരു ബുള്ളിങ് ഉണ്ടല്ലോ. കാരണം ഞാൻ 15 കൊല്ലമായിട്ട് സൈബർ ബുള്ളിങ്ങിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഗതികെട്ട് ബുള്ളിങ്ങിനെതിരെ പ്രതികരിക്കേണ്ടി വന്ന് കേസിൽ കൂടെ കടന്നു പോകുന്ന ഒരു സ്ത്രീയാണ്. ഗതികെട്ട രീതി എന്ന് പറഞ്ഞാൽ ഒരാളിനെ വീട്ടിൽ കയറി അയാളുടെ അടുത്ത് പ്രതിഷേധിച്ചതിന്റെ പേരിൽ അതെന്റെ തീർച്ചയായിട്ടും എന്റെ പ്രതിഷേധം തന്നെയാണ്. കരിയോലൊഴിച്ചുള്ള പ്രതിഷേധവും മറ്റുമൊക്കെ നടത്തിയതിന്റെ പേരിൽ ഞാൻ ഇന്നും കേസ് 564 കേസുകൾ കേരളത്തിൽ കൊടുത്തിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ദിയാസന മാത്രമേ ഉള്ളൂ. സൈബർ ബുള്ളിങ്ങിനെതിരെ സഹിക്കാൻ പറ്റാതെ ഇതേ ബുള്ളിങ് തിരിച്ച് തെറി വിളിച്ചിട്ടുണ്ടോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും തെറി വിളിച്ചിട്ടുണ്ടെന്ന് പറയും. എന്തെന്ന് വെച്ചാൽ എനിക്ക് ഇന്നെ സ്വയം പ്രൊട്ടക്ട് ചെയ്യാൻ, എനിക്ക് പ്രതികരിക്കാൻ, എനിക്ക് പ്രതിഷേധിക്കാൻ ആയുധമായിട്ട് ഇവർ തരുന്ന സാധനം മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് അങ്ങേയറ്റത്തെ രീതിയിലല്ല. സൈബർ അറ്റാക്കിന് സൈബർ ബുള്ളിങ്ങിന് എതിരെ സംസാരിക്കുന്ന, അവർക്ക് വേണ്ടി നിലകൊള്ളുന്ന ദിയാസന എന്തുകൊണ്ട് സീസൺ 6ലെ 5ലായിട്ടുള്ള മത്സരാർത്ഥികൾ അവർക്കുണ്ടായ ഒരു അനുഭവത്തിനെ വെച്ച് പറയുമ്പോൾ അവർക്കും കിട്ടുന്നുണ്ട് ഈ സൈബർ അറ്റാക്ക്? എന്തുകൊണ്ട് അവർക്കൊപ്പം നിൽക്കുന്നില്ല, സംസാരിക്കുന്നില്ല? സൈബർ അറ്റാക്കിനെതിരെ ഞാൻ സംസാരിക്കുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഇപ്പം അഖിലിന് വന്നാലോ അല്ലെങ്കിൽ അത് ഇവന് വന്നാലോ സിബിന് വന്നാലോ ഒക്കെ ഞാൻ സംസാരിക്കും. സീസൺ 2ൽ ഇപ്പം എവിടെയാ സംസാരിച്ചത്? ഞാൻ എല്ലായിടത്തും സംസാരിച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് സിബിൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. സിബിൻ ജാസ്മിൻ വാറാണെന്നാണ് ഞാൻ എന്റെ പോസ്റ്റിൽ എഴുതിയിട്ടിരുന്നത്. ഞാൻ സിബിനെ എതിർത്ത സമയം എന്ന് പറയുന്നത് സിബിൻ ജാസ്മിന്റെ PR എന്ന് പറഞ്ഞ ഒരു ലൈവിൽ ഒരു വീഡിയോയ്ക്കകത്ത് ഇവർ ചില്ല് ചെയ്തുകൊണ്ടിരുന്ന ഒരു സാധനത്തിനകത്ത് സിബിനും ആരെയും കൂടെ എന്റെ പേര് പരാമർശിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പ് എന്റെ കയ്യിൽ കാണാനിടയായി. എന്റെ കയ്യിൽ ഇരിപ്പുണ്ട് ആ വീഡിയോ കാണാനിടയായ സാഹചര്യത്തിലാണ് ഞാൻ എന്നെ PR എന്ന ലെവലിൽ അവർ ചെയ്തത്. പബ്ലിക് റിലേറ്റഡ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവരെന്നെ ഒരുമാതിരി നെഗറ്റീവ് പോലെ, അതായത് ജാസ്മിൻ ഒരു PR ഉണ്ടെങ്കിൽ എന്താ അല്ലെങ്കിൽ പ്രശ്നം, അല്ലെങ്കിൽ ജാസ്മിൻ ഒരാൾ സപ്പോർട്ട് ചെയ്താലൊക്കെ ഇവർക്കെന്തോ വലിയ പ്രശ്നം പോലെയാണ് ആ വർത്തമാനത്തെ എനിക്ക് ഫീൽ ചെയ്തത്. അവിടെയാണ് ഞാൻ എതിർത്തത്. എനിക്ക് സിബിന്റെ ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ സത്യസന്ധമായിട്ട് പറയാം, അഖിലിന്റെ ഗെയിം ഇഷ്ടമായിരുന്നു. സിബിന്റെ ഇവരൊക്കെ നടത്തുന്ന ചില പരാമർശങ്ങൾക്കെതിരെ ഞാൻ എതിർത്ത് തന്നെ പറയും. ഒരു കണ്ടസ്റ്റന്റ് നിൽക്കുമ്പോൾ വരെ എവിടേക്കോ ഉള്ളിൽ ഒരു സംവിധായകയുണ്ട് അല്ലെ? ഉണ്ട്. സോ അങ്ങനെ ബിഗ് ബോസ് ഷോ ഡയറക്ടറായിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ശരിക്കും അങ്ങനെ പോയി ചെയ്യോ? എന്നെ കൊണ്ട് പറ്റത്തില്ല, അതൊന്നും പറ്റൂല. മൂവി തന്നെയാണ് ഫോക്കസ്. മൂവി സിനിമ തന്നെയാണ്. ഒമർക്കേര പടത്തിലെ സംവിധായകയായിട്ട് വന്നതാണ് ഓൾറെഡി. ഇനി അപ്കമിങ് പ്രൊജക്ടിലോട്ട് വരികയാണ്. ഉണ്ട്, ഒരു കിഷോർ സത്യ എന്ന് പറഞ്ഞിട്ട് ഒരാളിന്റെ അസോസിയേറ്റ് ഡയറക്ടറായിട്ട് തമിഴ് പടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ ഒരു പുതിയ പടം അല്ലാതെ ഒരെണ്ണം, ഒരു അർജുൻ മേനോൻ എന്ന് പറഞ്ഞിട്ട് ഒരാളുടെ പുതിയൊരു പടം, അതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് പ്രൊജക്ടുകളൊക്കെ അങ്ങനെ ഇരുന്ന് ചെയ്യുന്നുണ്ട്. ഇല്ല, ബാഡ് ബോയ്സിൽ ഇല്ല, സപ്പോർട്ടിങ് എല്ലാം ഉണ്ട്, പിന്നണിയിലുണ്ട്. അതെ, പ്രഥമ ദൃഷ്ടിയിലില്ല, അല്ല ഒന്നിലുമില്ല. അങ്ങനെയല്ല, ഒമറിനെ പേഴ്സണലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹി ഈസ് മൈ ഫ്രണ്ട്. സോ പക്ഷെ ഇങ്ങനെ ഒരു വലിയൊരു ബാനറിലൊരു പ്രൊജക്ട് വരുമ്പോ സംവിധായിട്ട് ഓൾറെഡി ഉണ്ടായിരുന്നു, അസോസിയേറ്റ് ചെയ്യണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നില്ലേ ഒമർക്കേര? അല്ല, എനിക്ക് താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ അവനോട് പറഞ്ഞതുകൊണ്ട് എന്നെ കഴിഞ്ഞ് അടുത്ത വർക്കിന് വിളിക്കണേടാന്ന്. വിളിച്ചില്ല, കൂടി മതി, നീ പൊക്കോന്ന്.
ഇതിനുള്ള ഒരു പ്രതികാരം തീർക്കുന്നത് സ്വന്തമായിട്ട് സിനിമ സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ ചെയ്തുകൊണ്ടിരിക്കും. ഉറപ്പായിട്ടും ഞാൻ ഒരു ക്യൂർ മൂവിയുടെ കേസ് എല്ലാവരുടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആ സിനിമ ചെയ്യും, അതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. അതിന് കുറച്ച് ഉടനെ തന്നെ ഉണ്ടാക്കണം. പണിപ്പുരയിലാണ്. അല്ല, പണിപ്പുരയിൽ പറഞ്ഞാല് സ്ക്രിപ്റ്റും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അതിന്റെ ബജറ്റും കാര്യങ്ങളൊന്നും ഓക്കെ ആയിട്ടില്ല. പ്രൊഡ്യൂസറൊക്കെ വേണം, ഉണ്ട്, ഇങ്ങനെയൊക്കെ വരും. കെട്ടിവെച്ച പൈസ ഒക്കെ ഇറക്ക്. കെട്ടി സംവിധായകനും ആക്ടേഴ്സ് തന്നെ പ്രൊഡ്യൂസർ ആവുന്ന കാലഘട്ടമാണ് അല്ലേ? കെട്ടിവെക്കാനൊന്നും ഇല്ലടാ, കയ്യിൽ ഇത്തിരി പൂലുണ്ട്, ജീവിച്ചങ്ങ് പോണ്, അത്ര തന്നെ.